ഒരു വലിയ ക്രിമിനലിനെ അയാളുടെ സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഇരകളെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പൊളിറ്റിക്കൽ പ്രിവിലേജ് ഏത് രീതിയിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതും ഇത്തരം വിഷയങ്ങളൊക്കെ മുൻപോട്ട് വന്നപ്പോൾ അതും നമ്മൾ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. ഒരു വലിയ ആൾക്കൂട്ടം അയാൾക്കൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കണ്ടിട്ട് അത് ഉണ്ടാക്കിയൊരു സോഷ്യൽ ഡാമേജ് ഉണ്ട്. കാരണം പ്രശ്നങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെയൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിൽ സൈബർ സ്പേസിലായാലും അല്ലാണ്ടായാലും അതുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ചലനമുണ്ട്. അപ്പം ഞാനടക്കമുള്ള സ്ത്രീകൾ ആലോചിച്ചിട്ടുണ്ട്, സ്ത്രീകൾക്ക് എവിടെയാണ് ഒരിടം, അല്ലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറയാൻ എവിടെയാണ് ഒരിടം എന്ന് ചിന്തിച്ചിട്ട് ഭയന്ന് പോവുക, അല്ലെങ്കിൽ ഇനി ഒരു എന്താ പറയുക, ഒരു നിശ്ചലാവസ്ഥയിലേക്ക് വരില്ലേ, നമുക്ക് സ്ത്രീകൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരിടമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് രാവിലെ കണ്ണു തുറന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത വായിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതിൽ സന്തോഷമുണ്ട്. സർക്കാർ അതിന് തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ മാനിപ്പുലേറ്റേഴ്സ്, അബ്യൂസേഴ്സ് അവരൊക്കെ എക്സ്പോസ് ചെയ്യപ്പെടേണ്ട ആളുകൾ തന്നെയാണ്.